എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? എന്നും ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കും, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ട്, സുഖമായിട്ടിരിക്കട്ടെ എന്ന്. പിന്നെ ഇന്ന് ഞാൻ വന്ന റെസിപ്പി ഒരു അലുവയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് മൈദയും കുറച്ച് അരിപ്പൊടിയും വെച്ചുണ്ടാക്കാവുന്ന അലുവായുമായിട്ടാണ് ഞാൻ വന്നത്. അത് ബേക്കറികളിലൊക്കെ കിട്ടുന്ന ആ അലുവയുടെ രീതിയിലാണ്. അത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിൻ്റെ റെസിപ്പിക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഈ കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിന് 1.5 കപ്പ് മൈദ ആണ് അതിന് വേണ്ടത്. അപ്പം എന്ത് 1 കപ്പ് ഇതിലോട്ടിടുവാണേ. അതിൽ തന്നെ ഞാൻ 1/2 കപ്പും കൂടെ അളന്ന് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിനകത്തിടുവാണേ. അപ്പോൾ 1.5 കപ്പ് മൈദ ഇട്ട് ഇനി നമുക്കൊരു 1/2 കപ്പ് പത്തിരിപ്പൊടി, അല്ല ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി, അതും കൂടി ഈ മൈദയ്ക്കകത്തിടുവാണേ. ഇതിനി എല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാവേ. ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇളക്കണം. ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വെള്ളം ഒഴിക്കാവേ. നമ്മൾ തയ്യാറാക്കുന്നത് അലുവ അല്ലേ, അപ്പോൾ ഇങ്ങനെ കട്ട കെട്ടാതെ കുറച്ച് ഇളക്കിയിട്ട് വേണം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കാനേ. ഉണ്ടോ, ഇങ്ങനെ നമ്മൾ ഒരു ദോശമാവിൻ്റെ പോലെ നമ്മളിങ്ങനെ ഇളക്കുക. നമ്മളിങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ 2 കപ്പ് വെള്ളം ആ കപ്പിന് തന്നെ ഇതിൽ ഒഴിച്ച് കൊടുക്കുവാണ്. 2 കപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒരിതുപോലെ ആകണേ. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണേ. അത് കൈകൊണ്ട് ഇളക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ അത് ഇതായി പിടിച്ചിരിക്കുവേ. അങ്ങനെ നമ്മൾ കൈകൊണ്ട് അത് ഇളക്കണം. 2 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇങ്ങനെ എല്ലാം ഇളക്കി യോജിപ്പിക്കണം. ഈ പരുവത്തിലായി ആ 2 കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴേ ഈ പരുവത്തി, അതിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അതിന് വേണ്ടി നമ്മൾ 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല ഇതാകുക. നമുക്ക് ഈ ശർക്കരയാണ് കിട്ടിയേക്കുന്നത്. അത് നമുക്ക് ഉരുക്കാൻ വെക്കാം. ഇതപ്പോൾ അവിടെ ഇരിക്കട്ടെ. ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുകി വരട്ടെ. ഉരുകി അരിച്ചെടുക്കണവേ. അതുപോലെ തന്നെ നമുക്ക് ഈ മാവും അരിച്ചെടുക്കണം. നമ്മൾ കലക്കി വെച്ച മാവും നമ്മൾ തീ ഓണാക്കാതാണ് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ച് വെച്ചേക്കുവാണ്. തീ ഓണാക്കിയിട്ടില്ലേ. ഇനി ഇത് മാവ് നമ്മുടെ ഇവിടെ തെളിഞ്ഞ് നിൽക്കുക. കണ്ടോ, തെളിഞ്ഞ് നിൽക്കുക. ഈ മാവ് നമുക്ക് ഒന്നുകൂടെ വേണം ഇങ്ങനെ കലക്കിയിട്ട് വേണം അതിലൊഴിച്ച് കൊടുക്കാനേ. ഇനി നമുക്കിത് ബുദ്ധയിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. ഇപ്പം നമ്മൾ സ്റ്റൗ ഇതാക്കിയിട്ടില്ലേ, എങ്ങനെ ഒഴിച്ച് കൊടുക്കണേ നമ്മുടെ ഈ മാവേ. നമ്മൾ ആ ശർക്കര ഉരുക്കിയതും മാവും അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇതുവരെ നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ടില്ലേ. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കാവേ. സ്റ്റൗ ഓണാക്കി നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണേ. കൈവിടാതെ ഇളക്കണേ. ഇത് വെറും വെള്ളം പോലെ ഇത് നമുക്ക് ഇളക്കി 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 കുറുകി വരണേ. നമ്മുടെ ഇത് കുറുകി വരുന്നുണ്ട്. കുറുകി അങ്ങ് വന്ന് നമ്മൾ കൈവിടാതെ ഇളക്കണേ. നല്ല ഒരു ഇച്ചിരി കുറുകി വരുമ്പോഴേ തീ കുറയ്ക്കാവുള്ളൂ. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കൈ ഇളക്കാതെ ഇട്ടുകൊണ്ടിരിക്കുന്നത്, കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പരുവമായിട്ടുണ്ട് അലുവയുടെ. ഇനി നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കണം. 1 സ്പൂണ്. നെയ്യില്ലാതെ വേണമെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിക്കാവേ. നെയ്യ് ഒഴിച്ചാൽ ഇച്ചിരി ടേസ്റ്റ്. നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിക്കട്ടെ. അടി ഏർത്ത് ഇളക്കണേ, അല്ലെങ്കിൽ നമുക്ക് 1 സ്പൂൺ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി പരുവായി വരുന്നതേ ഉള്ളത്. ഇത് കണ്ടോ, കൈ വിടല്ലേ, കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പരുവം നമ്മളായേ. ഇതൊന്നും ആയിട്ടില്ല അലുവയുടെ, ഇനിയും കിടക്കുന്നേ ഉള്ളൂ. നമ്മൾ ഓരോ ഘട്ടങ്ങൾ നിങ്ങളെ കാണിക്കുവാണ്. ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് വെച്ചേക്കുന്നതാണ്. അത് ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുവാണ് ഈ സമയത്ത്. ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത്. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അടി ഇതാകും. അടി നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇതെല്ലാം കൂടെ വീണ്ടും ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നല്ലപോലെ ഇളകി വരണം. ഒന്നും ആയിട്ടില്ല, എന്നാലും ചട്ടിയിൽ നിന്നൊക്കെ വിടുന്ന പരുവായിട്ടുള്ളൂ. ഉണ്ടോ, ഇളക്കട്ടെ. നമ്മുടെ അലുവ ഏകദേശ ഭാഗമായി വരുന്നുണ്ട്. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണേ. നെയ്യ് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം. നെയ്യില്ലാത്തവർ വെളിച്ചെണ്ണ ആയാലും മതി, ഒഴിച്ചാൽ മതിയേ. നെയ്യ് ആകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടും. ഏകദേശമായി വരുന്നുണ്ട്. കണ്ട് ഇളക്കി നമ്മളിങ്ങനെ കൊടുത്തെടുക്കണം. ഇച്ചിരി കൂടെ, ഇതൊന്നും ആയിട്ടില്ല, ഇച്ചിരി കൂടെയും വേണം. ഇനി ഏകദേശം പരുവായി വരുന്നേ ഉള്ളേ.
നമ്മുടെ അലുവ ഒക്കെ ഇപ്പത്തേന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. നമ്മുടെ ഇത് അലുവ പാകമായി. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഈ സമയത്ത് വല്ല നട്ട്സും ഒക്കെ ഉണ്ട് ഇതിലിടാം. ഞാൻ ഇതിലല്ല ഇടുന്നത്, അത് കാണിച്ചു തരാവേ. ഉണ്ടോ, നമ്മുടെ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് നിരത്താം. അതിന് വേണ്ടി ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ നട്ട്സ് ഫ്രൈ ചെയ്തതാണ്. അത് ഇതിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ രണ്ടുമൂന്ന്. അതിൽ വേണേലും ഇടാം. നമ്മൾ ഇതിൽ ഈ പ്ലേറ്റിലാണ് ഇടുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് തൂത്ത പ്ലേറ്റാണ്, അതിലേക്കാണ് നമ്മൾ ഈ നട്ട്സ് മൂപ്പിച്ചിട്ടേക്കുന്നത്. ഇത് ഈ പിന്നെ ഇത് കപ്പലണ്ടിയോ ഇത് എന്ത് വേണേലും ഇടാം. നമ്മളിവിടെ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, നട്ട്സ്. ഇനി ഇതിലോട്ട് നമുക്കിത് ഇടാവേ. ഇത് നമുക്ക് എളുപ്പം ഒരു തവി വെച്ച് ഇങ്ങനെ നിരത്തി കൊടുക്കാവേ. പെട്ടെന്ന് നിരത്തണം, അല്ലെങ്കിൽ ചൂടായാലേ അത് കട്ടയാവേ. അങ്ങനെ നമ്മൾ നല്ല സെറ്റാക്കി കൊടുക്കണേ. അങ്ങനെ സെറ്റാക്കി കൊടുക്കണം. വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതാണേ. ഇനി അടുത്തത് നമുക്കിങ്ങനെ ഇതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ട് അടുത്ത മേളിലോട്ട് ഇടാവുള്ളേ, അല്ലെങ്കിൽ അത് ഉറച്ചു പോയാൽ പാടാം. അടുത്തതും കൂടെ എന്നിട്ട് നമുക്ക് മേളിലോട്ടിട്ട് കൊടുക്കാവേ. മേളിലോട്ടിട്ടിട്ട് വീണ്ടും നമുക്കിങ്ങനെ നിരത്തി കൊടുക്കാവേ. ചെറു ചൂടോട് വേണം നമ്മളിത് ചെയ്യാനേ. അത് ഇനി ഇരുന്ന് ഉറക്കട്ടെ, തണുക്കുമ്പം നമുക്ക് മുറിച്ചെടുക്കാം. നല്ല ഇതാക്കി കൊടുക്കണം, നല്ല ഇത് തണുക്കണം. നമ്മൾ ആ നെയ്യ് ഒഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും. വെളിച്ചെണ്ണ വേണേലും ഒഴിക്കാം. നെയ്യ് ആ കുറുകി വരുന്ന സമയത്ത് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. ഇങ്ങനെ നമ്മളെല്ലാം നിരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല പോലെ തണുക്കണം. ഇപ്പോൾ ഒരിച്ചിരി കളറും വന്നു, നല്ല ശർക്കരയുടെ കളറാണ്, നല്ല കറുത്തലുവായിട്ട് വരുവേ. ഇത് തണുത്ത് വരുമ്പോൾ ഇച്ചിരി കൂടെ കളർ കിട്ടും. ഇത് തണുക്കട്ടെ, തണുത്തിട്ട് നമുക്ക് മുറിക്കാം. പിന്നെ നമ്മുടെ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ തണുക്കാൻ വെച്ചുള്ളൂ, ഏകദേശം ഒരു 1.5 മണിക്കൂർ തണുക്കാൻ വെച്ച്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മറിക്കാവേ. ഇത് പ്ലേറ്റ് ആദ്യമേ നമ്മൾ ഇങ്ങനെ കമത്തി വെക്കുവാണേ. കമത്തി വെച്ചിട്ട് അതെടുത്ത് തിരിക്കുക. നമ്മൾ തിരിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുട്ടി കൊടുക്കാവേ. നമ്മുടെ അലുവ മറിച്ച് ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മൈദ ആയതുകൊണ്ടാണ് ഇത് നല്ല കളറുണ്ട്, ക്യാമറയിൽ ഇത്രയും കളറേ കിട്ടുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ അലുവ അതേ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഈ അലുവ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങളോട് ഞാൻ ദയവ് ചെയ്ത് പറയുക. പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ഒത്തിരി പേര് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടം കൊണ്ടും ഒക്കെ ഒത്തിരി സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷേ അത് കാണാതെ ചെയ്ത സബ്സ്ക്രൈബ് എല്ലാം ഇറങ്ങിപ്പോകുന്നതാണ്. ഞാൻ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് കണ്ടിട്ട് ചെയ്യണേ. ഒരിക്കൽ കൂടി അത് പറയുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഇത്രയും വരെ എന്നെ എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, കമൻറ്റ് ചെയ്യുന്നവർക്കും, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും, ലൈക്ക് ചെയ്യുന്നവർക്കും, ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഇതിലൂടെ അറിയിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട്, ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല, ഈ പാചകം ഇത് ചെയ്യുന്ന മാത്രമേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.